ഹായ് വെൽക്കം ബാക്ക് ടു PSC സ്മാർട്ട് സ്റ്റഡി. മെയ് 24 ഡിഗ്രി പ്രിലിമിനറി എക്സാം എഴുതാൻ പോകുന്നവരുടെ പഠനം ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. 10 ഡേയ്സിലെ ഒരു മിനി ടൈം ടേബിൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് 15th മെയ് ആണ്. ഇന്ന് ഞാൻ എക്കണോമിക്സ് ആണ് ഞാൻ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ചെറിയൊരു സ്റ്റഡി വ്ളോഗാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. സമയപരിമിതി കൊണ്ടാണ് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാതിരിക്കുന്നത്. നമ്മൾ പഠനത്തിന് കൂടുതൽ സമയം കണ്ടെത്താനാണ് ഇപ്പം ശ്രദ്ധിക്കേണ്ടത്. മാക്സിമം നമുക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. ഈ ഒരു സമയത്ത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഞാനിന്ന് പഠിക്കുന്നത് എക്കണോമിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും അതോടൊപ്പം തന്നെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ഒന്ന് പഠിക്കുന്നത്. അതുപോലെ പഠിച്ച കാര്യങ്ങളൊന്ന് റിവിഷനും ചെയ്യുകയാണ് പോകുന്നത്. ഞാൻ പൊതുവേ മോർണിംഗ് ടൈമിലാണ് പഠിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് മാക്സിമം 2 hours രാവിലെ പഠിക്കുന്നതാണ് സൗകര്യമായിട്ടുള്ളത്. ഇന്ന് എനിക്കതിനങ്ങ് സാധിച്ചില്ല. അപ്പോൾ ഞാൻ കരുതിയത് എൻ്റെ വർക്കിനിടയ്ക്ക് സമയം കണ്ടെത്തി ചെറിയ സമയങ്ങൾ നമ്മൾ മാക്സിമം വിനിയോഗിച്ച് പഠിക്കുക എന്നുള്ളതാണ്. എൻ്റെ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്കും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണം എന്നുള്ളൊരു ലക്ഷ്യം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഈ ഒരു വീഡിയോയിൽ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ പഠിച്ച് എക്സാമിന് പോകാനായിട്ട് ശ്രമിക്കുക. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്? ചോദ്യം ശ്രദ്ധിക്കുക. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്? ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്. അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നബാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? എ. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സ്ഥാപിക്കപ്പെട്ടു. ഓപ്ഷൻ ബി. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക്. ഓപ്ഷൻ സി. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. വ്യവസായ വായ്പകൾ നൽകുന്ന പരമോന്നത ബാങ്ക്. ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. വ്യവസായ വായ്പകൾ നൽകുന്ന പരമോന്നത ബാങ്ക്. നമുക്കിനി നബാർഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പോയിന്റ്സ് നോക്കാവേ. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി ആരംഭിച്ച ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ്. എന്താണ്? കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി ആരംഭിച്ച ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ്. ഇപ്പോൾ തന്നെ പഠിച്ചു പോകണം കേട്ടോ. ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്കാണ് നബാർഡ്. നബാർഡ് സ്ഥാപിതമായ തീയതി എന്ന് പറയുന്നത് 1982 വർഷം ഓർത്ത് വെക്കുക. 1982 ജൂലൈ 12. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. നബാർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. നബാർഡിൻ്റെ രൂപവൽക്കരണത്തിന് കാരണമായ കമ്മീഷനാണ് ശിവരാമൻ കമ്മീഷൻ. അപ്പോൾ എന്തൊക്കെയാണ്? കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി ആരംഭിച്ച ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ്. ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്കാണ്. നബാർഡ് സ്ഥാപിതമായ വർഷം 1982 ജൂലൈ 21. ആസ്ഥാനം മുംബൈയാണ്. നബാർഡിൻ്റെ രൂപവൽക്കരണത്തിന് കാരണമായ കമ്മീഷൻ ശിവരാമൻ കമ്മീഷനാണ്. ഇത് പോയിന്റുകളെല്ലാം ഓർത്ത് വെക്കുക. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്ന ജോഡികളിൽ ശരിയായി യോജിക്കുന്നത് ഏത്? ഇവിടെ പദ്ധതികളും പ്രധാന ലക്ഷ്യങ്ങളുമാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്കണോമിക്സിൽ പഠിക്കേണ്ടത് പഞ്ചവത്സര പദ്ധതികളാണ്. അത് റിപ്പീറ്റായിട്ട് PSC ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് ശരിയായി യോജിക്കുന്നത് ഏതെന്നുള്ളതാണ്. ഇവിടെ ശരിയായി യോജിക്കുന്ന ജോഡി ഏതെന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ്. 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. മാനവശേഷി വികസനമാണ് ഇതിൽ പെടുന്നത്. അപ്പം നമുക്ക് ഒന്ന് പഞ്ചവത്സര പദ്ധതികളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോയിന്റുകളെല്ലാം തന്നെ നിങ്ങളൊന്ന് നന്നായി പഠിക്കുക. കാരണം ഈ പോയിന്റെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്ക് പോവാം. 1ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 1951 മുതൽ 56 വരെയുള്ള ആ കാലഘട്ടത്തിലാണ്. ഇവിടെ കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് 1ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത്. അപ്പോൾ 1ാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. 2ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 1956 മുതൽ 61 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഇവിടെ വ്യാവസായിക വികസനമാണ്. എങ്ങനെയാണ്? 1ാം പഞ്ചവത്സര കാർഷിക മേഖലയും 2ാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക മേഖലയുമാണ്. 3ാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 66 വരെയാണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത.
എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയുമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത്. ഈ വർഷങ്ങളും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ PSC ഇനി കാലഘടനാ ക്രമത്തിൽ അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അടുത്തതായിട്ട് നാലാം പഞ്ചവത്സര പദ്ധതിയാണ്. 1969 മുതൽ 74 വരെയാണ് നാലാം പഞ്ചവത്സര പദ്ധതി. 1969 മുതൽ 74 വരെയാണ്. സ്ഥിരതയോട് കൂടിയ വളർച്ച, സ്വാശ്രയത്വം എന്നിവയാണ് നാലാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത്. എന്തൊക്കെയാണ്? സ്ഥിരതയോട് കൂടിയ വളർച്ച, സ്വാശ്രയത്വം നാലാം പഞ്ചവത്സര പദ്ധതിയിൽ. അടുത്തത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇവിടെ അഞ്ചാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 79 വരെയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത്. ആറാം പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 85 കാലഘട്ടത്തിലാണ്. അതുപോലെ അവിടെ കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആറാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത്. എന്താണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ആറാം പഞ്ചവത്സര പദ്ധതി കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തലുമായിരുന്നു. അടുത്തത് ഏഴാം പഞ്ചവത്സര പദ്ധതി. ഏഴാം പഞ്ചവത്സര പദ്ധതി 1985 മുതൽ 90 വരെയാണ്. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവുമാണ് ലക്ഷ്യമിട്ടിരുന്നത്. എട്ടാം പഞ്ചവത്സര പദ്ധതി 1992 മുതൽ 97 വരെയാണ്. ഇവിടെ മാനവശേഷി വികസനമാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത്. ഇവിടെ ഇനി നാലാം പഞ്ചവത്സര പദ്ധതി പഠിക്കുമ്പോൾ നിങ്ങളൊരു കുറച്ച് പോയിന്റുകൾ കൂടി ഒന്ന് ആഡ് ചെയ്യുക. 1969 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഈ ഒരു പഞ്ചവത്സര പദ്ധതി വന്നിട്ടുള്ളത്. 14 ബാങ്കുകളാണ് ദേശസാത്കരിച്ചിട്ടുള്ളത്. ആദ്യ ആണവ പരീക്ഷണം നടന്നത് 1974 മെയ് 18 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചേക്കണേ. ഗാഡ്ഗിൽ മോഡൽ, അശോക് രുദ്ര ആൻഡ് അലൻ എസ് മന്നെ മോഡൽ എന്ന പേരുകളിൽ അറിയപ്പെട്ടിരുന്ന പദ്ധതിയാണ് ഈ നാലാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. നാലാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ധവള വിപ്ലവം ആരംഭിക്കുന്നത്. 1970 ഇവിടെ പഠിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് കൂടി ഒന്ന് അറിഞ്ഞു വയ്ക്കുക. വർഗീസ് കുര്യനാണ് ഇന്ത്യയുടെ പാൽക്കാരൻ എന്ന് അറിയപ്പെടുന്നത്. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയിൽ നിങ്ങൾ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് മെയിനായിട്ടുള്ളൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഖരീബി ഘടാവോ മുദ്രാവാക്യം ഇന്ദിരാഗാന്ധി മുഴക്കിയത് ഈ ഒരു അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ജോലിക്ക് കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിൽ ദേശീയ പാതാ സംവിധാനം ആരംഭിച്ചതും അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. അതുപോലെ നമ്മുടെ ആറാം പഞ്ചവത്സര പദ്ധതി നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരെണ്ണം IRDP, NREP, ട്രൈസം എന്നീ വികസന പദ്ധതികൾ ആരംഭിച്ചത് ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഇതൊരു PYQ ക്വസ്റ്റ്യൻ ആയിരുന്നേ, ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഒൻപതാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 1997 2002 കാലഘട്ടത്തിൽ ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമായിരുന്നു. 10ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. 11ാം പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ് 11ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത്. 12ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 2012 മുതൽ 2017 വരെയാണ്. 12ാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനമാണ് ലക്ഷ്യമിട്ടിരുന്നത്. ഇനി നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് 9ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ കുറച്ച് പോയിന്റ്സ് നിങ്ങൾ പഠിക്കണം. ജനകീയ പദ്ധതി എന്ന് വിശേഷിപ്പിക്കുന്നതാണ് 9ാം പഞ്ചവത്സര പദ്ധതി. സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷിക വേളയിലാണ് ഈ ഒരു 9ാം പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു ചോദ്യമായിട്ട് വരാം കേട്ടോ. അതുപോലെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഗ്രാമവികസനമാണ്, തൊഴിലില്ലായ്മ പരിഹരിക്കുക, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയാണ് മെയിനായിട്ടുള്ള അവരുടെ ലക്ഷ്യം. 9ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട കുറച്ച് പദ്ധതികളുണ്ട്. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന, അന്നപൂർണ, സ്വജൻധാര, കുടുംബശ്രീ, സർവശിക്ഷ അഭിയാൻ. ഇതിലെല്ലാം വർഷങ്ങൾ കൂടി നിങ്ങളൊന്ന് കണ്ടെത്തി പഠിക്കുക. 2ാം ആണവ പരീക്ഷണം നടത്തിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തിലാണ്? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ.
എല്ലാ പദ്ധതികളിലും വെച്ചിട്ട് ഏറ്റവും ഉയർന്ന മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം വളർച്ച ഉണ്ടായത്, അതായത് GDP ലഭിച്ചത് 10ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നതാണ് 11ാം പഞ്ചവത്സര പദ്ധതി. അതുപോലെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഓർത്ത് വെക്കുക. ജെൻഡർ ഇക്വാലിറ്റി ഉണ്ട്, സുസ്ഥിര വികസനമുണ്ട്, വില്ലേജ് വൈദ്യുതീകരണം. അത് മുൻവർഷ ചോദ്യമാണ്. എവിടെയാണ്? 12ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് വില്ലേജ് വൈദ്യുതീകരണം നടന്നത്. അടുത്ത ചോദ്യം നോക്കാവേ. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏത്? ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏത്? ഓപ്ഷൻ എ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, ഓപ്ഷൻ ബി നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, ഓപ്ഷൻ സി ദേശീയ വികസന സമിതി, ഓപ്ഷൻ ഡി നീതി ആയോഗ്. ഇത് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണേ. ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് കേന്ദ്ര സ്ഥിതി വിവര സംഘടനയാണ്, അതായത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഇതാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. എവിടെയാണ്? കേന്ദ്ര സ്ഥിതി വിവര സംഘടനയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിച്ചത് ആരാണ്? പ്രൊഫസർ മഹൽനോബിസ് ആണ്. ഇന്ന് 1951 മെയ് 2 പ്രൊഫസർ മഹൽനോബിസ് ആണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിച്ചത്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. CSO രൂപീകരിച്ചത് പ്രൊഫസർ മഹൽനോബിസ് ആണ്. 1951 മെയ് 2 ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ വാർഷിക പ്രസിദ്ധീകരണമാണ് എനർജി സ്റ്റാറ്റിസ്റ്റിക്സ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കലിൻ്റെ ഓർഗനൈസേഷൻ്റെ വാർഷിക പ്രസിദ്ധീകരണം എനർജി സ്റ്റാറ്റിസ്റ്റിക്സ്. അടുത്ത ചോദ്യം നോക്കാം. 2017 ജൂലൈ 1 ഇന്ത്യയിൽ നിലവിൽ വന്ന GST ലയിക്കപ്പെടാത്ത നികുതി ഏതെന്നുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. GST ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഉറപ്പായിട്ടും PSC ക്വസ്റ്റ്യൻ ഉണ്ടാവും. 2017 ജൂലൈ 1 ഇന്ത്യയിൽ നിലവിൽ വന്നതാണ് GST. ഇതിൽ ലയിക്കപ്പെടാത്ത നികുതി ഏതാണെന്നുള്ളതാണ്. എ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, ഓപ്ഷൻ ബി കേന്ദ്ര വിൽപ്പന നികുതി, ഓപ്ഷൻ സി ആദായ നികുതി, ഓപ്ഷൻ ഡി സേവന നികുതികൾ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആദായ നികുതി. കേന്ദ്ര എക്സൈസ് നികുതി, കേന്ദ്ര സേവന നികുതി, സംസ്ഥാന മൂല്യവർദ്ധിത നികുതി എന്നിവയെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള നികുതി സംവിധാനമാണ് എന്ത്? GST എന്ന് പറയുന്നത്. എന്താണ്? കേന്ദ്ര എക്സൈസ് നികുതി, കേന്ദ്ര സേവന നികുതി, സംസ്ഥാന മൂല്യവർദ്ധിത നികുതി എന്നിവയെക്കുറിച്ച് ഒന്നിച്ചുകൊണ്ടുള്ള നികുതി സംവിധാനമാണ് GST. GST ഒരു പരോക്ഷ നികുതിയാണ്. GSTയിലെ നികുതി നിരക്കുകൾ, ഇതൊരു മുൻവർഷ ചോദ്യമാണ്. ഈ GSTയിലെ നികുതി നിരക്കുകൾ നോക്കുക. 5%, 12%, 18%, 28%. GSTയിൽ ഉൾപ്പെടുത്താത്ത വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അസംസ്കൃത പെട്രോളിയം, പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം, വിമാന ഇന്ധനം, വൈദ്യുതി, മനുഷ്യ ഉപയോഗത്തിനുള്ള മദ്യം. ഏതൊക്കെയാണ്? അസംസ്കൃത പെട്രോളിയം, പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം, വിമാന ഇന്ധനം, വൈദ്യുതി, മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യം. GSTയിലെ ആൽഫ ന്യൂമറിക് നമ്പറുകളുടെ എണ്ണം 15 GSTയിലെ ആൽഫ ന്യൂമറിക് നമ്പറുകളുടെ എണ്ണം എത്രയാണ്? 15. GSTയിൽ ലയിപ്പിച്ച പ്രധാന നികുതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. GSTയിൽ ലയിപ്പിച്ച പ്രധാന നികുതികൾ കേന്ദ്ര എക്സൈസ് നികുതി, സേവന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, വിനോദ നികുതി, സംസ്ഥാന മൂല്യവർദ്ധിത നികുതി. അപ്പോൾ GSTയിൽ ലയിപ്പിച്ച പ്രധാന നികുതികൾ ഏതൊക്കെയാണെന്ന് നോക്കി ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. അടുത്ത ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ സംഘടിത മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവാന്നാണ്. താഴെ കൊടുത്തിരിക്കുന്ന കോഡിൽ നിന്ന് തിരഞ്ഞെടുക്കുക. 1. തൊഴിൽ നിബന്ധനകൾ നിശ്ചയിച്ചിരിക്കുന്നു. ഗവൺമെൻറ് നിയന്ത്രണം ഉണ്ട്. 3. താഴ്ന്ന വരുമാനം. 4. ധാരാളം സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. ഇതാണ്. ഇനി കോഡുകൾ നോക്കാം. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 4 കറക്റ്റായിട്ട് വരുന്നത്. നമുക്കിത് സംഘടിത തൊഴിൽ മേഖല എന്താണെന്ന് നോക്കാവേ. അംഗീകൃത നിയമങ്ങളും വ്യവസ്ഥകളും പാലിച്ചുകൊണ്ടുള്ള സാമ്പത്തിക സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംരംഭങ്ങളെയാണ് സംഘടിത മേഖല എന്ന് പറയുന്നത്. തൊഴിൽ, അവയുടെ നിലവാരം, പ്രതിഫലം,
സാമൂഹിക സുരക്ഷ തുടങ്ങിയവയ്ക്ക് ഒരു വ്യവസ്ഥ സംഘടിത മേഖല സജ്ജമാക്കിയിട്ടുണ്ട്. ഇതാണ് സംഘടിത തൊഴിൽ മേഖല എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് അസംഘടിത തൊഴിൽ മേഖല എന്താണെന്ന് നോക്കാം. തൊഴിൽ വ്യവസ്ഥകൾക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ചട്ടങ്ങളും നിയന്ത്രണങ്ങളും ബാധകമല്ലാത്ത മേഖലയാണ് അസംഘടിത തൊഴിൽ മേഖല എന്ന് പറയുന്നത്. ജോലിക്ക് വേതനം വളരെ കുറവാണ്. അതുപോലെ തന്നെ വേതനത്തോടുള്ള അവധികൾ, പ്രൊവിഡൻറ്റ് ഫണ്ടുകൾ, അവധി ദിനങ്ങൾ, മെഡിക്കൽ ആനുകൂല്യങ്ങൾ എന്നിവ ജീവനക്കാർക്ക് നൽകുന്നില്ല. അതിനാൽ എപ്പോൾ വേണമെങ്കിലും തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള അധികാരം തൊഴിലുടമകൾക്കുണ്ട്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ നികുതി അല്ലാത്തത് ഏത്? താഴെ പറയുന്നതിൽ പ്രത്യക്ഷ നികുതിയിൽ നിങ്ങൾ പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. കാരണം റിപ്പീറ്റായിട്ടും PSC ഈ ഒരു ടാക്സസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇവിടെ കസ്റ്റംസ്, കോർപ്പറേറ്റ്, പ്രോപ്പർട്ടി, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇവയിൽ ഏതാണ് പ്രത്യക്ഷ നികുതി അല്ലാത്തത്? ഇതിലേത് ഓപ്ഷനാണെന്ന് നോക്കാം. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. 1 and 4 ആണ് വരുന്നത്. പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി എന്നിങ്ങനെ 2 വിധത്തിലാണ് ടാക്സസ് ഉള്ളത്. നികുതി നൽകേണ്ടയാൾ നേരിട്ട് നൽകുന്നതാണ് പ്രത്യക്ഷ നികുതി. പ്രത്യക്ഷ നികുതികൾക്ക് ഉദാഹരണം നോക്കി വെക്കുക. ആദായ നികുതി, കെട്ടിട നികുതി, ഭൂനികുതി, സ്വത്ത് നികുതി, വാഹന നികുതി, പരസ്യ നികുതി, കോർപ്പറേറ്റ് നികുതികൾ. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നികുതികളൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് പഠിക്കുക. ഭൂനികുതി വില്ലേജ് ഓഫീസിലും കെട്ടിട നികുതി പഞ്ചായത്ത് ഓഫീസിലുമാണ് അടയ്ക്കേണ്ടത്. ഇതിൽ ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി പൂർണ്ണമായോ ഭാഗികമായോ മറ്റൊരാൾ നൽകുന്നതാണ് പരോക്ഷ നികുതി എന്ന് പറയുന്നത്. പരോക്ഷ നികുതികൾക്ക് ഉദാഹരണമാണ് വിൽപ്പന നികുതി, എക്സൈസ് തീരുവ, കസ്റ്റംസ് നികുതി, വിനോദ നികുതി, സ്റ്റാമ്പ് നികുതി. ഇതൊക്കെയാണ് വിൽപ്പന നികുതി, എക്സൈസ് തീരുവ, കസ്റ്റംസ് നികുതി, വിനോദ നികുതി, സ്റ്റാമ്പ് നികുതി. നഗരസഭകൾക്ക് നൽകുന്ന നികുതിയാണ് ഒക്ട്രോയ് നികുതി. ഇത് ഓർത്ത് വെക്കുക. നഗരസഭകൾക്ക് നൽകുന്ന നികുതിയാണ് ഒക്ട്രോയ് നികുതി. നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. ഇതൊരു PYQ ആണ് കേട്ടോ. അപ്പോൾ ഈ പോയിൻറ്റ്സുകളെല്ലാം ഉൾക്കൊള്ളിച്ച് നിങ്ങൾ എക്കണോമിക്സ് നന്നായിട്ട് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം ഇനി നിങ്ങൾ നോക്കിപ്പോയാൽ മതി. ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ തന്നെ നിങ്ങൾ റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡെയിലി വർക്കൗട്ട് ചെയ്യുക. റിവിഷന് പ്രാധാന്യം കൊടുത്ത് തന്നെ ഇനിയുള്ള 9 ദിവസവും നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾ മാക്സിമം ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് സമയം കണ്ടെത്താം. വീട്ടമ്മമാരായാലും ഇപ്പോൾ ഒരു ജോബിന് പോയിട്ട് സമയം കിട്ടാണ്ട് നമ്മളിപ്പോൾ എന്ത് പഠിക്കണം, നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യണമെന്ന് ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഒരു ചെറിയ നിമിഷത്തിലുണ്ടാകുന്ന നമ്മുടെ വലിയൊരു പഠനമായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. ചില സമയത്ത് നമ്മുടെ ഭാഗ്യം നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്നത് മാത്രമേ എക്സാമിന് ചോദിക്കുകയുള്ളൂ. എപ്പോഴും പഠിക്കുമ്പോൾ പോസിറ്റീവായിട്ടിരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്നെക്കൊണ്ട് സാധിക്കില്ല, ഞാൻ പഠിച്ചിട്ട് തീരുന്നില്ല, എന്തായാലും എക്സാമിന് കിട്ടുന്നില്ല. നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സുകളെല്ലാം മാറ്റി വെച്ചിട്ട് പോസിറ്റീവായിട്ടിരുന്ന് പഠിക്കാൻ സാധിക്കുക. എനിക്ക് പഠിക്കാൻ സാധിക്കും, ഇനിയുള്ള കുറച്ച് ദിവസമായാലും ഞാൻ പഠിക്കും. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് ഈ ഒരു 9 ദിവസം കൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് വിജയിക്കാനായിട്ട് സാധിക്കും. ഞാൻ പലപ്പോഴും പറയണം എന്ന് വിചാരിക്കും, പക്ഷെ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ സമയം കളയാതെ നല്ല രീതിയിൽ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക.